എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളി എന്ന എൻ്റെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിൽ അധികം പേര് ഉപയോഗിക്കുന്ന മട്ട അരി, പാർബോയിൽ റൈസ്, നമ്മുടെ കുത്തരിയില്ലേ, അതിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇവിടെ അതധികം കിട്ടാറില്ല. അഥവാ കിട്ടിയാൽ തന്നെ ഇതിന് ഭയങ്കര വിലയാണ്. ഒരു കിലോയ്ക്ക് 280 രൂപ വരെ വിലയാണ്. അപ്പം ഞങ്ങളിരിക്കുന്ന ഒരു റൈസ് കമ്പനിയിലാണ്. അപ്പോൾ ഇവിടെ പൂസ, ബസുമതി, വീറ്റ ഇനത്തിൽപ്പെട്ട വെള്ളയരികൾ ഒക്കെ ഉണ്ട്. എങ്കിലും കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ നമ്മുടെ പാർബോയിൽ റൈസ്, നമ്മുടെ മട്ടയരി, അതിൻ്റെ ചോറുണ്ണാൻ കൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ടും കൊതി വരും. അപ്പോൾ പല പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതെപ്പോഴും പൊടിഞ്ഞു പോകും, പൊടിയരിയായി പോകും ബ്രോക്കൺ റൈസ്. അപ്പോൾ ഇത് ഞാൻ ചെറുതിലൊക്കെ ഒരുപാട് കൃഷിയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. പക്ഷേ അവിടെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല, കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പം പല പ്രാവശ്യം ചെയ്ത് പരാജയപ്പെട്ടു പോയി. 80% പൊടിഞ്ഞു പോകും, 20% നന്നായിട്ട് കിട്ടും. അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചു. ഈ മാമ്പഴത്തിൻ്റെ സമയമൊക്കെ ആകുമ്പം മാമ്പഴ പുളിശ്ശേരിയൊക്കെ നമ്മളുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ കുത്തരിയുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പോൾ അന്നേരമൊക്കെയും ഇതുപോലെ കുറേ പൊടിയും അപ്പോൾ ആ പൊടിഞ്ഞതും ഒക്കെ കൂടെ ചേർത്ത് ചെയ്യും. ഒരുപാട് വില കൊടുക്കണം, 250 രൂപയൊക്കെ കൊടുത്ത് 1 കിലോ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കിവിടെ അരി ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഞങ്ങളങ്ങനെ അതിന് പിന്നെ അധികം പൈസ ചിലവാക്കാനായിട്ട് ശ്രമിക്കാറില്ല. എങ്കിലും ഈ വിഷുവിനെങ്കിലും ഇങ്ങനെ കുത്തരി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് സദ്യ ഒരുക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ശ്രമിച്ച് ഇതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ വെളിനാട്ടിൽ വന്നിട്ട് നെല്ലുകുത്തരി ഉണ്ടാക്കി വിഷു ഒരുങ്ങുന്ന ആദ്യത്തെ വ്യക്തി ഒരു പക്ഷേ ഞാനായിരിക്കുമെന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങൊന്നും കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. അറിയാവുന്നവരിങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും ചില സമയം. പക്ഷേ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ സഹായിച്ചു തരാൻ ഈ പിള്ളേരുണ്ട്. ഇവരെപ്പോഴും ഞാനിത് ചെയ്ത് പരാജയപ്പെടുന്നത് കൊണ്ട് ഇവർക്ക് ഇത് ചെയ്യണമെന്നൊന്ന് പറഞ്ഞാൽ മതി, ഇവരെൻ്റെ കൂടെ കൂടിക്കോളും. ഇവർക്ക് പിന്നെ ഇത് പൊടിഞ്ഞു പോകുന്നതോ അതൊന്നും അത്രയ്ക്ക് അറിയത്തില്ലെങ്കിൽ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. ഈ പ്രാവശ്യത്തേത് നന്നായിട്ട് തന്നെ വന്നു. വളരെ കുറച്ച് പൊടിയരിയേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് എൻ്റെ തീയൊക്കെ അണച്ച് വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഇത് നമ്മൾ പുഴുങ്ങുന്നെന്ന് പറയത്തില്ലേ, ആവി കയറ്റുന്നത് പിറ്റേ ദിവസമാണ്. അപ്പം ഈ പയ്യനെല്ലാം സഹായിച്ചു തരും. അവനെല്ലാം അറിയാം, കുറേ പ്രാവശ്യം ചെയ്തത് കൊണ്ട് ഇവന് നല്ലതുപോലെ അറിയാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം. ഇങ്ങനെ വീട്ടിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തലേ ദിവസം തിളപ്പിച്ചിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഇത് പുഴുങ്ങിയെടുക്കുന്നതൊക്കെയാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ മുമ്പ് ഇതുപോലെയല്ല ചെയ്തത്. മുമ്പ് രാവിലെ തിളപ്പിച്ചിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കും ആവി കയറ്റിയെടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുത്തിയാണ് ഇപ്പം ഞാനിത് ചെയ്യുന്നത്. ഇത് തിളപ്പിച്ചിട്ടിട്ട് നല്ല തണുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണിത്. ഇപ്പം നന്നായിട്ട് തണുത്ത് കിടക്കുകയാണ്. നന്നായിട്ട് തണുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് തീ കത്തിക്കുകയാണ്. തീ കത്തിച്ച് ഇത് ആവി കയറ്റി എടുക്കുകയാണ്. അപ്പം നേരത്തെ മുതലേ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഇങ്ങനെ പൊട്ടി വരുന്ന സമയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് അത് തുറന്ന് നോക്കി കൃത്യമായിട്ടും ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യും. എങ്കിലും ഇത് എന്തൊക്കെയോ ഒരു പാകപ്പഴ വന്ന് ഇടയ്ക്കൊക്കെ ചെയ്തതൊക്കെ അങ്ങോട്ട് മോശമായി പോയായിരുന്നു. എന്നാലത് കളയൊന്നുമില്ല കേട്ടോ. അത് വെച്ച് നല്ല കഞ്ഞിയൊക്കെ ഉണ്ടാക്കി, നല്ല ചമ്മന്തി കഞ്ഞിയൊക്കെ ഉണ്ടാക്കി, പ്ലാവല കൂട്ടിയൊക്കെ ഞങ്ങൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കും. കേരളത്തിലുള്ളവർ ഇവിടെ കുറേ പേരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഒക്കെ കുടിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കും. അപ്പോൾ ഇവരിങ്ങനെ വാഴയില വെച്ച് ആവി പോകാതെ എങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ ഇവർ പറയും വാഴയില വെച്ച് അടയ്ക്കാമെന്ന് പറയും. ഇവർക്ക് വാഴയില ഒരുപാട് എല്ലാ കാര്യങ്ങളും ഇവർ വാഴയിലയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇത് വാഴയില വെച്ച് അടച്ചിട്ട് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിനൊക്കെ വേറെ മാർഗ്ഗമുണ്ടോ പുതിയതായിട്ടൊന്നും എനിക്കറിയത്തില്ല.
ഇപ്പം എന്ത് കാര്യത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് ഇത് ചെയ്യും. പിന്നെ ഇത് എന്തൊക്കെ ഉണക്കിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ഇവിടുത്തെ വെയിൽ ഭയങ്കര വെയിലായതുകൊണ്ട് കൂടുതൽ സമയം ഉണക്കുന്നത് കൊണ്ടോ മറ്റോ പൊടിഞ്ഞു പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ സംഭവിച്ചതെന്ന് തോന്നുന്നു. ഇതൊക്കെ എൻ്റെ വീട്ടുമുറ്റത്തെ ചെടികളാണ്. ഒരുപാട് ചെടികളുണ്ട്. ഇത് മൊത്തം കറിവേപ്പിലയാണ്. പുതിന ഇവിടെ ഫുള്ള് സ്ഥലത്തും പുതിനയുണ്ട്. അപ്പോൾ ഇവന് ആവി വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇത് ഒന്ന് ഇളക്കിയിടും. അടിയിലുള്ള ഇത് നന്നായിട്ട് വെന്തു പോകുമെന്നും പറഞ്ഞിട്ട് സ്വയബുദ്ധിയാൽ തന്നെ ചെയ്യുന്നതാണ്. ഇങ്ങനെ അടിയിൽ ആവി വരുമെന്നും പറഞ്ഞിട്ട് നല്ല ഭംഗിയാക്കി വീണ്ടും അടച്ചൊക്കെ വെക്കും. ഇതൊക്കെ മുമ്പ് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞൊന്നും കൊടുക്കണ്ട, ഇപ്പോൾ അറിയാം. പക്ഷേ ഇത് എന്തൊക്കെയോ പറ്റി പൊടിഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും ഇതൊന്ന് ചെയ്തെടുക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ട് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞാനിതിങ്ങനെ വിടാതെ സൂക്ഷിച്ച് വീണ്ടും ചെയ്ത് അത് ഒരു വിജയത്തിലെത്തി. ഇത് യഗേസ, ഇവിടുത്തെ കാർപ്പൻ്ററാണ്. ആൾ രാവിലെ എന്നും എല്ലാ വീടുകളിലൊക്കെ ഒരു വിസിറ്റ് വരും. നമുക്ക് എന്താ ആവശ്യമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ജോലിക്കാരൊക്കെ കൃത്യമായിട്ട് വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി വരും. എൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകരാണ് അവരൊക്കെ. അപ്പോൾ ഇതിൻ്റെ വായി ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എടുത്ത് തന്നെ കാണിക്കുകയാണ്. അത് അവർക്ക് അറിയാം നല്ല ഭംഗിയായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കോരിയെടുക്കും. ഇതിൻ്റെ എല്ലാ അരിയുടെയും നെല്ലിൻ്റെ വായിങ്ങനെ പൊട്ടി വരണമെന്നാണോ അതോ കുറച്ച് മാത്രം പൊട്ടിയാൽ മതിയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ പരുവം ആയപ്പോഴത്തേക്ക് എന്നാലും മുകളിലുള്ളത് കുറച്ചധികം പൊട്ടാതിരുന്നു. ഇത് അടിയിലോട്ടുള്ളതാണ്. ഇതുപോലെ പൊട്ടിയപ്പോഴാണ് ഞങ്ങൾ കോരി എടുത്തിട്ട് പിന്നെ വെയിലിലിട്ട് ഉണക്കും. ഇത് കയ്യിൽ വെച്ചാൽ ചിലപ്പം കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇലയിൽ വെച്ചത്. എന്നിട്ടിത് ഉണക്കിയെടുക്കും. ഒരുപാട് ഉണങ്ങണ്ട. ഇവിടെ വലിയ മില്ലിൽ കൊണ്ടുപോയി, വെളിയിലല്ല കുത്തുന്നത്, ഇവിടെ കമ്പനിക്കകത്ത് തന്നെയുള്ള ലാബിൻ്റെ ചെറിയ മില്ലുണ്ട്, അവിടെ നിന്ന് കുത്തുന്നത്. കാരണം ഇത് ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളത് കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് പൊട്ടുന്നുമുണ്ട്. കടിച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊട്ടുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും നെല്ലാണ് കിട്ടിയത്. എങ്കിലും ഇതിൻ്റെ കുറച്ച് മാത്രം വിഷുവിൻ്റെയൊക്കെ ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രമേ ആദ്യം കുത്തിയെടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ബാക്കി കുത്തിയെടുക്കുന്നുള്ളൂ. ഇപ്പം ഇത് ഒരു 4.5 കിലോ അരിയുടെ ഇത് മാത്രമേ കുത്തിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ഒരു കുറച്ച് ബ്രോക്കൺ റൈസ് കിട്ടിയിട്ടുള്ളൂ. ഒരുപാടൊന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. മിക്കവാറും പ്രാവശ്യം 80% പൊടിഞ്ഞു പോകും, 20% നല്ല അരി കിട്ടാറുള്ളൂ. ഇപ്പം 1-2 പ്രാവശ്യമായിട്ട് അങ്ങനെയല്ല വരുന്നത്. ഇപ്പം കുറച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞി വെക്കാനൊക്കെ പാകത്തിനുള്ളത് ആണ്. വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അത് തീരെ ചെറിയ പൊടിയരി അങ്ങനെ മാറ്റിയാണ് ഇവർ തരുന്നത്. അപ്പം ഞാനത് വെച്ച് ചോറ് വെക്കുകയാണ്. നല്ല നല്ല ടേസ്റ്റുള്ള ചോറ്. നമുക്ക് നാട്ടിൽ നിന്നുള്ള ചോറ് തിന്നാൻ ഭയങ്കര കൊതിയല്ലേ. ചില സമയങ്ങളിൽ നമുക്ക് എത്ര വേറെ അരി ഉണ്ടെങ്കിലും ഈ ചോറ് തിന്നാനുള്ള ഒരു കൊതി എന്ന് പറഞ്ഞാൽ അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല കേട്ടോ. അതിങ്ങോട്ട് കറികളൊക്കെ കൂട്ടി കഴിക്കാനെ കൊണ്ട് ഭയങ്കര ടേസ്റ്റല്ലേ. അപ്പം ഇന്ന് അതുകൂട്ടിയാണ് ഇന്നത്തെ സദ്യ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം. എന്നാലും ഈ ചോറിഞ്ഞ വിളമ്പുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് നിന്ന് നമുക്ക് പാർബോയിൽ റൈസ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ഒരുപാട് വലുതാണ്. ഒരുപാട് നെല്ലിഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഇതെങ്ങനെ ആക്കിയെടുക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പം കുറച്ച് പേര് നോൺ വെജ് കഴിക്കുന്നവരുമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ സദ്യയൊക്കെ ഒരുക്കിയിട്ട് കുറച്ച് പേർക്കൊക്കെ മാറ്റി വെച്ചു. കുറച്ച് പേരുള്ളതൊക്കെ നോൺ വെജ് കഴിക്കുന്നവരെയൊക്കെ വേറെ വെച്ചു. അങ്ങനെയൊക്കെ സദ്യ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം